നമുക്ക് ഒരു അടിപൊളി മോര് കറി ഉണ്ടാക്കിയാലോ? ഈ ഓണത്തിന് സദ്യയുടെ കൂട്ടത്തിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്താണല്ലോ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പുളിയുള്ള കട്ട തൈര്. എന്നിട്ട് ഞാനത് കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കലത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് മത്ത് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം മത്ത് നമ്മുടെ കയ്യിലുള്ള കാരണം നമ്മൾ അത് വെച്ചിട്ട് കേട്ടോ ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇതിലാകുമ്പോൾ കറക്റ്റ് ആ പാകത്തിന് നല്ല ലൂസായിട്ടും അല്ല, എന്നാൽ ഇച്ചിരി കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടുകയോ ചെയ്യും കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവേ. അപ്പം മത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി എടുക്കുമ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് പകരം വെളുത്തുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാം. ഇഞ്ചി ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ തൈരിൽ ഇത്രനായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ കട്ട തൈരങ്ങ് ഉടച്ചെടുക്കുമായിരുന്നേ. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അതായത് നമ്മൾ അരപ്പെടുത്ത പാത്രത്തിലെ വെള്ളം ജസ്റ്റ് ഒന്ന് അരപ്പ് കഴുകി ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുപോലെ മത്തിൻ്റെ അറ്റത്ത് തൈരിരിക്കുന്നുണ്ടോ അതിലും കൂടെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് ആവശ്യത്തിന് വെള്ളമാക്കിയിട്ട് നമുക്കിതേ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. തൈരായതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഈ തേങ്ങ അരപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, പിരിഞ്ഞു പോകും. ജസ്റ്റ് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ല കുറുകുറാന്നായിരിക്കും കേട്ടോ. ഓവർ വെള്ളമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണില്ല. ഇനി നമുക്കിത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം ഒന്നും എടുക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടും കേട്ടോ. ഇനി ചൂടാക്കിയ ശേഷം നമുക്കിനകത്ത് താളിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളകും ചേർത്ത് ആവശ്യത്തിന് ഉലുവായും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മുളകൊക്കെ ഇടയ്ക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം കേട്ടോ. തൈരിലേക്ക് ഇട്ടാലും നമ്മൾ ചോറിലേക്ക് എടുക്കുമ്പോൾ ആ മുളകൊന്ന് ഉടഞ്ഞ് അതിനകത്ത് എണ്ണയൊക്കെ നല്ല ചോറിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ഗുമാതിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കടുകും വറ്റൽമുളകും ഉലുവയും കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒരുവിധം മൂപ്പായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് ഉള്ളി കുനുകുനാൻ തരഞ്ഞത് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് കറുപ്പിക്കണം, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തൊരു ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ താളിക്കൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് നമ്മുടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഉലുവയൊക്കെ വറുത്തതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഉലുവ വറുക്കുന്ന താളിച്ചിട്ടുള്ള കറികളൊക്കെ. പിന്നെ വറ്റൽമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് ചോറിലേക്ക് അല്ലെങ്കിൽ നല്ല ചൂട് കഞ്ഞിയുടെ കൂട്ടത്തിൽ ഈ മോരുകറികൾ അങ്ങോട്ട് ഒഴിച്ചങ്ങ് കഴിക്കണം. എന്നിട്ട് അതിനകത്ത് വറ്റൽമുളക് ഉണ്ടല്ലോ അത് തന്നെ കിട്ടണം കയ്യിലോട്ട്. എന്നിട്ട് അതിങ്ങനെ ഒടിച്ചിട്ട് ഒടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു എണ്ണ അതിനകത്ത് മുളകിൻ്റെ അരിമണികളുണ്ടല്ലോ അതിങ്ങനെ ചോറിൽ ഞെവടി ഇങ്ങനെ കഴിക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. അയ്യോ പറഞ്ഞ് മറുപോയി. അപ്പോൾ ഇത്ര ഉള്ളൂ, നമ്മുടെ മോരുകറി എന്താണേലും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഇത്രയും പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ താളിച്ച കൂടിനകത്തോട്ടില്ലേ, അതായത് നമ്മുടെ കടുകൊക്കെ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശകല മുളക് പൊടി പേരിനൊന്ന് ചേർത്തിട്ട് അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോരുകറിക്ക് കുറച്ചുകൂടെ കളറൊക്കെ കിട്ടും കേട്ടോ. എനിക്ക് തന്നെയുള്ള ഓവർ കളറിനോട് വലിയ താല്പര്യമില്ല, എനിക്കിതായിട്ടോ ഇഷ്ടപ്പെട്ടെ. ഇതാകുമ്പോൾ കഞ്ഞിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ സിങ്കായിട്ട് വെക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.